ഞാൻ വേദയെ കാണാൻ പോയിരുന്നു. ആദ്യം കാണുമ്പോഴുള്ള അവസ്ഥയിലല്ല ഇപ്പോ. ഇപ്പൊ കുറച്ച് ഭേദമായിട്ടുണ്ട്. അതിന് കാരണം ഏട്ടനാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. വിശ്വാസമല്ല, അതാണ് സത്യം. ഇനി തീരുമാനം എടുക്കേണ്ട സമയമോ? വേദയുടെ ജീവിതം രക്ഷിക്കാൻ ഏട്ടന് ബാധ്യതയുള്ള സ്ഥിതിക്ക് ആ ബാധ്യത നിറവേറ്റിയല്ലേ പറ്റൂ. എന്നാര് പറഞ്ഞു? എനിക്കൊരു ബാധ്യതയില്ല. ശരിയാണ്, ഞാൻ കാരണമാണ് അവളിങ്ങനെ ആയത്. എന്നുവെച്ച് ഞാൻ തയ്യാറല്ല. അങ്ങനെ പറയല്ലേ ഏട്ടാ. ഏട്ടൻ ഇപ്പൊ വേദയ്ക്ക് ഔഷധോ? ഒരു രോഗിക്ക് മരുന്ന് നിഷേധിക്കുന്നതിലും വലിയ പാപം വേറെ എന്താ ഉള്ളത്? നീ എന്താ പറഞ്ഞു വരുന്നത്? വേദയെ നിരാശപ്പെടുത്തരുത്. വേദയുടെ വീട്ടുകാരുടെ സങ്കടവും നിരാശയും ദേഷ്യവും ഒക്കെ ഞാൻ നേരിട്ട് കണ്ടത് ആദ്യം ചെല്ലുമ്പോ. ഇപ്പൊ അവരുടെ മുഖത്ത് സങ്കടമല്ല, പ്രതീക്ഷയാ. ആ പ്രതീക്ഷയ്ക്ക് കാരണം ഏട്ടനാ. ആയിരിക്കാം എന്ന് കരുതി എന്റെ ജീവിതം അവൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കാനൊന്നും ഞാൻ തയ്യാറല്ല. ഈ പറയുന്നത് ശരിയാണെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? വേദയെ രക്ഷിക്കാതെ ഏട്ടന് സ്വസ്ഥത കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുമ്പോഴല്ല, അത് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴല്ലേ നമ്മളാവൂ. ഏട്ടനൊരു ഭീരുവാണെന്ന് നാളെ ആരും പറയരുത്. ഒരു പാവം പെൺകുട്ടിയെ ചതിച്ച് ഭ്രാന്തിയാക്കിയവനാണെന്നും ആരും പറയരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഏട്ടന്റെ നന്മയെ കരുതി തന്നെയാ ഞാനിത് പറയുന്നത്. വേദയെ വേദനിപ്പിക്കരുത്. സ്വാതി, നീ പറയുന്നതിന്റെ സീരിയസ്നെസ് എത്രമാത്രം വലുതാണെന്ന് നിനക്കറിയാമോ? അറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ എനിക്ക് ഇല്ല സ്വാതി. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും നീ ആഗ്രഹിക്കുന്ന പോലെ പെരുമാറാൻ എനിക്ക് കഴിയില്ല. അങ്ങനെ ചെയ്താ അത് നിന്നോട് കാണിക്കുന്ന നെറുകേടായി പോവും. എനിക്കതിന് കഴിയില്ല. അറിയാലോ നിനക്ക്. ഒരു കാലത്ത് നിന്നെ കാണുന്നത് പോലും എനിക്ക് വെറുപ്പായിരുന്നു. ആ അവസ്ഥയെന്നാ നിന്നെ ഇപ്പൊ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിയത്. ആരും പ്രേരിപ്പിച്ചിട്ടൊന്നുമല്ല ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. സ്വയം ഞാനിവിടെ എത്തുകയായിരുന്നു. അവിടെ നിന്നൊരു തിരിച്ചുപോക്ക് എനിക്കിനി ചിന്തിക്കാൻ പോലും വയ്യ. അതുകൊണ്ട് എന്നെ നിർബന്ധിക്കരുത്. വീട്ടിൽ വെച്ച് സംസാരിക്കണ്ടെന്ന് കരുതിയോ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത്? എനിക്ക് പറയാനുള്ള വിഷയം എന്താണെന്ന് നിനക്കറിയാം. ഏട്ടത്തി, പണ്ട് ഏട്ടത്തെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോഴൊക്കെ നീ പ്രതിസ്ഥാനത്തായിരുന്നു. ഏട്ടത്തിയെ ഉപേക്ഷിക്കാൻ നിൽക്കുന്ന ഒരു വില്ലനായിരുന്നു നീ. ഇപ്പോൾ സാഹചര്യം മാറി. ഇന്ന് നീ ഏട്ടത്തെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. പക്ഷെ ഏട്ടത്തി ഒരു പാവമാണ് നീൽ. ആരെയും വേദനിപ്പിക്കാൻ ഏട്ടത്തിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് വേദയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുതരാൻ തയ്യാറാണെന്ന് ഏട്ടത്തി നിന്നോട് പറഞ്ഞത്. ഇനി തീരുമാനം എടുക്കേണ്ടത് നീയാണ്. ആ തീരുമാനം അതൊരിക്കലും ഞങ്ങളെ വിഷമിപ്പിക്കുന്നതാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാനായിട്ട് ഒരിക്കലും സ്വാധീനം വേണ്ടെന്ന് വെക്കില്ല. എനിക്കതിന് കഴിയില്ല. ഞാനായിട്ട് ഒരിക്കലും സ്വാധീനം വേണ്ടെന്ന് വെക്കില്ല. എനിക്കതിന് കഴിയില്ല. പക്ഷേ സ്വാതിയാണ് എന്നെ നിർബന്ധിക്കുന്നത്. വേദയ്ക്ക് വേണ്ടി എന്ത് വലിയ ത്യാഗം ചെയ്യാനും അവൾ ഒരുക്കമാണ്. അവൾ അങ്ങനെ പറയുമ്പോൾ പ്രതിസന്ധിയിലാവുന്നത് ഞാനല്ലേ? അവളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതിലൊരുപാട് ശരികളുമുണ്ട്. ആ ശരികളിൽ തെറ്റുകാരന്റെ മുഖം അതെന്റെ മാത്രമാണ് ഗിരി.
എൻ്റെ പക്വതയില്ലായ്മ, പിടിപ്പുകേട്, അതിൻ്റെ ഇരകളാണ് സ്വാതിയും വേദയും. ഇതുവരെ ഞാൻ പ്രവർത്തിച്ചത് മുഴുവൻ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയായിരുന്നു. പണ്ട് വേദയ്ക്ക് വേണ്ടി ബാധിച്ചതും ഇപ്പൊ സ്വാതിക്ക് വേണ്ടി ബാധിക്കുന്നതും ഒക്കെ എൻ്റെ സൗകര്യത്തിനനുസരിച്ചാ. എളുപ്പത്തിൽ വെച്ചു മാറാൻ കഴിയുന്ന ഒന്നല്ല ജീവിതമെന്ന പാഠം ഇപ്പോഴാണ് ഞാൻ പഠിച്ചത്. നമ്മൾ വിട്ടുകളഞ്ഞാലും നമ്മളെ വിട്ടുപോകാത്ത പലതും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പണ്ടത് സ്വാതിയായിരുന്നെങ്കിൽ ഇപ്പോഴാ സ്ഥാനത്ത് വേദയാണെന്ന് മാത്രം. നിന്റെ പ്രയാസം എനിക്ക് മനസ്സിലാവും. വല്ലാത്തൊരു കുരുക്കിലാണ് നീ ചെന്ന് പെട്ടിരിക്കുന്നത്. ഏട്ടത്തിക്കും നിന്നെ വേണം, വേദയ്ക്കും നിന്നെ വേണം. ഒരു തിരഞ്ഞെടുപ്പ് വീണ്ടും അത്യാവശ്യമായിട്ട് മാറിയിരിക്കുന്നു. എനിക്ക് സ്വാതിയെ മതി. പക്ഷെ വേദയോ? അതാണ് സ്വാതി ചോദിക്കുന്നത്. വേദ ഇങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിട്ടിട്ടൊരു ജീവിതം അവൾക്ക് വേണ്ട. അങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ തീരുമാനിച്ചാലും ഒരിക്കലും സന്തോഷം കിട്ടില്ല എന്ന് സ്വാതി പറയുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയേണ്ടത്? സത്യത്തിൽ എന്റെ മുമ്പിൽ വേറെ മറുപടി ഇല്ലല്ലോ. ഇതുകൊണ്ടാണ് ഞാൻ അന്നേ പറഞ്ഞത് വേദയെ മറക്കാൻ. അന്നത് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാവില്ലായിരുന്നു. വല്ലാത്തൊരു കോംപ്ലിക്കേഷൻ ഉണ്ട് ഈ പ്രശ്നത്തിൽ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് കൃത്യമായൊരു തീരുമാനത്തിലെത്താൻ നിനക്കൊരു പക്ഷെ പറ്റിയെന്ന് വരില്ല. എനിക്കറിയാം. അതിന്റെ സങ്കടത്തിലാ ഗിരി ഞാനിപ്പോ. എനിക്കൊരു കാര്യം ബോധ്യമായി. നമ്മുടെ ജീവിതം നന്നാക്കുന്നതിനും തകർക്കുന്നതിനും വിധിക്കോ ദൈവത്തിനോ ഒന്നും പങ്കില്ല. നമ്മുടെ ജീവിതത്തിലെ നായകനും വില്ലനും നമ്മൾ തന്നെയാ. നീ നേരത്തെ പറഞ്ഞില്ലേ പണ്ട് ഞാൻ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വില്ലനായിരുന്നുവെന്ന്. അത് ശരിയാണ്. ഇപ്പൊ അത് മാറി നായകനായി എന്ന് മാത്രം. പക്ഷെ അപ്പോഴും നായകൻ അവന്റെ പ്രിയതമയെ നഷ്ടപ്പെടാൻ പോവാണ്. അവന് താല്പര്യമില്ലാത്തൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ അവൻ നിർബന്ധിതനാവുകയാണ്. നീലേ, എനിക്കറിയില്ല ഇതിന്റെ അവസാനം എന്തായിരിക്കുമെന്ന്. എന്തായാലും നീ എന്നെ വെറുക്കരുത്. അത്രമാത്രം എനിക്ക് നിന്നോട് പറയാനുള്ളൂ. ഡോക്ടർ ഇന്ന് അങ്ങോട്ട് വന്നതേയില്ലല്ലോ. എന്തിനാ വരുന്നത്? അസുഖമില്ലാത്ത ഒരാളുടെ അടുത്തേക്ക് എപ്പോഴും വരേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഒരുപാട് ദിവസം ഞാനിവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ അധികം വൈകാതെ നീല് വന്നെന്നെ കൂട്ടിക്കൊണ്ടുപോകും. എന്നുവെച്ചാ നാടകം തീരുന്നുവെന്ന് ചുരുക്കം. അതെ, ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്കിങ്ങനൊരു റോൾ അഭിനയിക്കാൻ പറ്റില്ലായിരുന്നു. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ആളെയാ ഡോക്ടർ കാരണം എനിക്ക് തിരിച്ചു കിട്ടുന്നത്. ഈ ചതിക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നതില് ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് ഞാൻ. എന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഒരു കറുത്ത പാടായിരിക്കും എന്നും ഈ അധ്യായം. എന്റെ ഭാഗത്താണ് ന്യായം. അതുകൊണ്ട് ഡോക്ടർക്ക് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. ഒരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. വേദ കാരണം ഒരു പാവം പെൺകുട്ടിക്ക് അവളുടെ ഭർത്താവിനെ നഷ്ടപ്പെടുന്നുണ്ട്. അത് പാപമല്ലേ? ആ ഭാര്യയ്ക്ക് മുമ്പേ നീലിനെ ഇഷ്ടപ്പെട്ടിരുന്നവളാണ് ഞാൻ. നീൽ എന്റെ ആയിരുന്നു. അത് അവൾക്കും അറിയാമായിരുന്നു. എന്നിട്ടും അവള് കെട്ടി. അതുകൊണ്ട് സ്വാതിയുടെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ല. കെട്ടുന്നതിന് മുമ്പ് എന്ത് മത്സരങ്ങളും ആവാം. പക്ഷേ ഒരിക്കലൊരു വിവാഹം നടന്നു കഴിഞ്ഞാൽ എല്ലാ അവകാശവാദങ്ങളും വേദ ഉപേക്ഷിക്കണമായിരുന്നു. ഉപേക്ഷിച്ചതാണല്ലോ. എന്നെ പറഞ്ഞു മോഹിപ്പിച്ചതാരാ? നീല. എനിക്കതുകൊണ്ട് യാതൊരു കുറ്റബോധവും ഇല്ല. എന്റെ ഭാഗത്ത് തന്നെയാ 100% ശരി. എന്തോ ആലോചിച്ചിട്ട് എനിക്കൊരു മനസ്സമാധാനവും ഇല്ല. ഇത്രയും പ്രശ്നം ചിന്തിക്കുമ്പോഴൊക്കെ
മുമ്പിൽ വരുന്നത് ഞാൻ ഇതുവരെ കാണാത്ത സ്വാതിയുടെ മുഖമാ. പാവം, ആ കുട്ടിയുടെ ജീവിതം വഴിയാധാരമാകാൻ ഞാനും കാരണക്കാരിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. ന്യായ അന്യായങ്ങൾ നിശ്ചയിക്കുന്നത് നമ്മൾ മനുഷ്യർ മാത്രമല്ല, ദൈവത്തിനുമുണ്ട് നമ്മുടെ പ്രവൃത്തികൾ തൂക്കി നോക്കുവാനുള്ള ത്രാസ്. അങ്ങനെ തൂക്കി നോക്കുമ്പോൾ പാപങ്ങളുടെ തട്ടിലിരിക്കുന്നത് വേദയായിരിക്കും, ഒപ്പം ഞാനും. സത്യം പറയാലോ, വേദ എൻ്റെ സുഹൃത്തായി പോയതിൽ ശരിക്കും പറഞ്ഞ് എനിക്കിപ്പോൾ നിരാശ തോന്നുന്നു. എനിക്ക് റൗണ്ട്സിന് പോകാനുള്ള സമയമായി. ശരി. സ്വാതിയോ? എന്താണ് ഒരു മുന്നറിയിപ്പില്ലാതെ? എവിടെ ഹീറോ? വന്നില്ല. ഇരിക്കേ. സർ, എനിക്ക് ഉടനെ പോണം. ഒരു കേസിന് സാറിന് എത്രയാ ഫീസ്? അത് കേസിന്റെ സ്വഭാവം പോലെയൊക്കെ ഇരിക്കും. ഇതൊരു ഡിവോഴ്സ് കേസാ. ആർക്ക്? എനിക്ക്. താൻ എന്താ ഈ പറയുന്നത്? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നതല്ലേ? ഭാര്യയുടെ സ്ഥാനത്ത് താൻ മതിയെന്നാണല്ലോ കഴിഞ്ഞ തവണ കണ്ടപ്പോഴും നീൽ പറഞ്ഞത്. ഏട്ടൻ ഇപ്പോഴും അത് തന്നെയാ പറയുന്നത്. മാറിയത് ഞാനാ. എന്തുപറ്റി? വേദയുടെ അസുഖം സാറും അറിഞ്ഞു കാണുമല്ലോ. ഈ അവസ്ഥയില് വേദയ്ക്ക് ഏട്ടനെ വേണം. തടസ്സം ഞാനാ. അപ്പോ ഒഴിഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചു. ഛേ, അങ്ങനെയൊന്നും താൻ ചിന്തിക്കല്ലേ. ആ കുട്ടി മെന്റലി ഡൗണാ. അത് മാറിക്കൊള്ളും. നീലല്ല, മരുന്ന ആ കുട്ടിയുടെ മാനസിക രോഗം മാറ്റാൻ പോകുന്നത്. അല്ല സർ, മരുന്ന് മാത്രം പോരാ. ഏട്ടന് അടുത്ത് ചെല്ലുമ്പോൾ മാത്രം വേദ അസുഖമില്ലാത്ത ഒരാളെ പോലെ പെരുമാറുന്നത്. ആ കുട്ടിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഏട്ടന്റെ സഹായം കൂടിയേ തീരൂ. സഹായിച്ചോട്ടെ, ഒരു ഫ്രണ്ടിനെ പോലെ, അല്ലെങ്കിൽ ഒരു സഹോദരനെ പോലെ. അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കണ്ട. ഫ്രണ്ട്, സഹോദരൻ, ബന്ധു, ഇതിനൊക്കെ അപ്പുറത്തുള്ള ബന്ധമായിരുന്നു അവരെ തമ്മിലെന്ന് സാറിനും അറിയാവുന്നതല്ലേ. ആ ബന്ധം തന്നെയാ രോഗിയായ വേദയും ആഗ്രഹിക്കുന്നത്. ഏട്ടൻ എന്നിലേക്ക് മാത്രം ചുരുങ്ങിയപ്പോഴാ വേദയ്ക്ക് വേദയെ നഷ്ടപ്പെട്ടത്. എന്തുമാത്രം സ്നേഹം ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ, തിരിച്ചറിഞ്ഞ പരിഹാരം ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്റെ സ്വസ്ഥത നഷ്ടപ്പെടും. വെട്ടിപ്പിടിച്ചൊരു ജീവിതം അതെനിക്ക് വേണ്ട സർ. അതുകൊണ്ടാണ് ഞാൻ സാറിന്റെ മുമ്പിലേക്ക് വന്നത്. ഞാൻ പിരിയുവാ. ഏട്ടനെ ഞാനായിട്ട് തന്നെ വേദയ്ക്ക് വിട്ടുകൊടുക്കുക. കഷ്ടം. സ്വാതി കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിക്കണമെന്നാ എനിക്ക് പറയാനുള്ളത്. എടോ, വിട്ടുകൊടുത്താ പിന്നെ ഒരിക്കലും നീലിനെ തിരിച്ചു കിട്ടത്തില്ല. അറിയാം സർ, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇതിനെ ഇറങ്ങി പുറപ്പെട്ടത്. ശരി, ഇപ്പൊ ഒന്നും പറഞ്ഞാൽ തന്നെ തലേ കയറത്തില്ല. വക്കാലത്തൊപ്പിട്ടിട്ട് പൊയ്ക്കോളൂ. ബാക്കിയൊക്കെ പിന്നീട് ആലോചിച്ചിട്ട് വേണ്ടതുപോലെ ചെയ്യാം. എന്തായാലും ഒരു പെറ്റീഷൻ തയ്യാറാക്കണമല്ലോ. അതിന്റെ പോയിന്റ്സ് ഒക്കെ കണ്ടെത്തണം. പിന്നെ നീലിനോട് സംസാരിക്കണം. സമയമുണ്ട്. എന്റെ മുമ്പില് തീരെ സമയമില്ല സർ. ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാ ഒപ്പിട്ടേക്ക്. മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു സ്വാതി എപ്പി പോണെന്നാ മറ്റേ വല്ലതും പറഞ്ഞിരുന്നാ?
പോവേ എങ്ങോട്ട്? അയ്യോ എങ്ങോട്ട് പോണെന്നൊന്നും അറിഞ്ഞിട്ട് പെട്ടിയും പാണ്ടവും കിടക്കണുണ്ട്. പെട്ടെന്ന് വാ. പോ. അയ്യോ എങ്ങോട്ട് പോണെന്ന് രാജലമ്മച്ചി. പോയാ മോളെ നീ ഇതെവിടെ പോന്നു? സ്ഥലം തീരുമാനിച്ചിട്ടില്ല, പക്ഷെ പോണം. എന്താ മോളെ, എന്താ ഇപ്പൊ ഇങ്ങനെ? ഇത് വേണോ അമ്മ? അല്ലെങ്കിൽ വേദ? വേദയോ? അവൾക്ക് വേണ്ടിട്ടാണോ നീ ഇങ്ങനെ ചെയ്യുന്നേ? അതെ. മോക്ക് ഭ്രാന്താണ്. അതെ, ഭ്രാന്ത. സ്നേഹം കൂടിപ്പോയതിന്റെ ഭ്രാന്ത്. ഞാൻ നിന്നെ അഭിനന്ദിക്കുവാ സ്വാതി. ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹത്തിന്റെ മൊത്തം അഭിമാനം നീ. എനിക്ക് അടുത്ത ജന്മത്തിലെങ്കിലും നീ ആയിട്ട് ജനിക്കണം. പ്രാർത്ഥിച്ചാ മതി, നടന്നോളും. നീലു പറഞ്ഞു നിന്നോട് പോവാൻ? ഇല്ല. പിന്നെ ഇതെന്റെ തീരുമാനോ? എന്റെ മാത്രം തീരുമാനം. ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തില്ലെങ്കിൽ ഏട്ടൻ നേറി നേറി ജീവിക്കുന്നത് ഞാൻ കാണേണ്ടി വരും. വിട്ടുകൊടുക്കുന്നതല്ല അമ്മ ശരിക്കുള്ള സ്നേഹം. ഞാൻ ഏട്ടന് വേദയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. ഞാൻ സമ്മതിക്കില്ല. ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. നീ മാത്രമല്ല, ഞങ്ങൾ ആരും സമ്മതിക്കില്ല. നീ പോയാ തോക്കുന്നത് ഞങ്ങളും കൂടെ മോളെ. ഈ വീടാ, അതനുവദിക്കില്ല. ആ ബാഗ് അപ്പൊ ഒരിടത്തും പോണില്ല. ഒരാള് പോണെന്ന് പറഞ്ഞോണ്ട് നിക്കുമ്പോ തടയല്ലേ? കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ സ്വാതി. മാത്രമല്ല സ്വാതി പറഞ്ഞു തന്നെ ശരി. എന്തരേ? വേദിക്ക് ഇപ്പൊ നീലിന് ആവശ്യമുണ്ട്. നീല് കൂടെ ഉണ്ടെങ്കിൽ അവളുടെ അസുഖം മാറും. അയ്യോ അതെന്തൊരു അസുഖം? വല്ലാത്ത അസുഖമാണല്ലോ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഡോക്ടർ പറഞ്ഞതാ. അതീ നിൽക്കുന്ന സ്വാതിക്കും അറിയാം. അതുകൊണ്ടാ സ്വാതി പോകുന്നത്. നീ പൊയ്ക്കോ സ്വാതി. നീല് വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ചേച്ചി പോണ. എന്റെ അനുമതി ഇല്ലാതെ നീ ഇവിടുന്ന് പോവോ? എങ്കിൽ എനിക്കതൊന്നും കാണണം. അമ്മ എന്നെ തടയരുത്. ഏട്ടന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ ഈ തീരുമാനം എടുത്തത്. നീ പോയിട്ടുള്ള ഒരു നന്മയും ഞങ്ങൾക്ക് വേണ്ട. ഇത്രയും കാലം അമ്മ എനിക്ക് ദൈവത്തെ പോലെയായിരുന്നു. അമ്മ പറഞ്ഞത് എന്താ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇക്കാര്യത്തിൽ അമ്മ എനിക്ക് ധിക്കരിക്കേണ്ടി വരും. മോളെ, പറയാനുള്ളത് മുഴുവൻ ഞാൻ ഏട്ടനോടും വക്കീലിനോടും പറഞ്ഞിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണോ അമ്മ? ഇതാണ് എന്റെ വിധി. അത് ഞാൻ അനുസരിച്ചല്ലേ പറ്റൂ. എല്ലാത്തിനും നന്ദിയുണ്ട്. നിങ്ങൾ എനിക്ക് സ്നേഹം മാത്രമേ തന്നിട്ടുള്ളൂ. മറക്കില്ല ആരെ. ഓ മറക്കില്ലത്രേ. എന്നെ ഒന്നും ഇവൾ ഓർത്തിരിക്കണ്ട. ഇത് ഇവൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാ, അഹങ്കരിച്ചതിനുള്ള ശിക്ഷ. ഇന്ന് നീലിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നത്തെക്കാളും സുന്ദരനായി തോന്നുന്നു ഇന്ന്. ഇന്ന് നീലിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്നത്തെക്കാളും സുന്ദരനായി തോന്നുന്നു ഇന്ന്. ചിലപ്പോ ജീവിതകാലം മുഴുവൻ നീലിന്റെ കൂടെ ഉണ്ടാവുന്ന സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം
അങ്ങനെ എനിക്ക് തോന്നുന്നത്. എന്നെപ്പോലൊരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തൊരു ആശ്വാസമാണെന്ന് അറിയോ നീൽ അങ്ങനെയൊരു വാർത്ത. ഞാനത് ആസ്വദിക്കാൻ തുടങ്ങുക. നമുക്ക് വേറെന്തെങ്കിലും സംസാരിക്കാം. എന്തും സംസാരിക്കാം. എന്ത് സംസാരിച്ചാലും അവസാനം നമ്മൾ എത്തുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ തന്നെയായിരിക്കും. വേദ എന്നെ നേടുമ്പോ വേറൊരാൾക്ക് എന്നെ നഷ്ടപ്പെടുന്നുണ്ട്. അതെന്താ വേദ ഓർക്കാത്തത്? അതെപ്പോഴും അങ്ങനെയല്ലേ നീൽ? ഒരു രാത്രിക്കൊരു പകലെന്നല്ലേ? കയറ്റത്തിന് ഇറക്കം, നീട്ടത്തിന് കോട്ടം. ഞാനും കുറച്ചു കാലം ഫിലോസഫി പഠിച്ചതാ. ഓ, അതൊക്കെ ഓർക്കുന്നുണ്ടോ വേദ ഇപ്പോ? ഓർക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ ചില അവ്യക്തമായ ഓർമ്മകള്, നടന്ന വഴികള്, പഠിച്ച കോളേജ്, എന്നാലും കൃത്യമായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല.